കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. സംസ്ഥാനമൊട്ടാകെ ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴും ഇടതുകോട്ടയായ ചേലക്കര കാത്തുസൂക്ഷിച്ച് UR പ്രദീപ് 29,386 വോട്ടിന്റെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലാണ് UR പ്രദീപ് മണ്ഡലം നിലനിർത്തിയത്. 16 റൗണ്ടുകളിലായി നടന്ന വോട്ടെണ്ണലിൽ ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് മുന്നിൽ പതറാതെ വ്യക്തമായ ആധിപത്യം പുലർത്താൻ പ്രദീപിന് സാധിച്ചു. UDF ഭരണം കൈയാളുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഇടത് സ്ഥാനാർത്ഥി മികച്ച മേൽക്കൈ നേടി എന്നത് വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ 12,122 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് UR പ്രദീപ് വീണ്ടും നിയമസഭയിലെത്തിയത്. എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം നേടിയാണ് പ്രദീപ് മണ്ഡലം ചുവപ്പിച്ചത്. 76,073 വോട്ടാണ് പ്രദീപിന് ലഭിച്ചത്. 46,687 വോട്ട് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിനും 37,286 വോട്ട് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും ലഭിച്ചു. 1996 യുവ നേതാവായിരുന്ന K രാധാകൃഷ്ണനിലൂടെയാണ് കോൺഗ്രസ് കുത്തകയായിരുന്ന ചേലക്കര ഇടതുപക്ഷം പിടിച്ചെടുത്തത്. പിന്നീട് രാധാകൃഷ്ണൻ മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട രാധേട്ടനായി മാറിയതോടെ ചേലക്കര LDFന്റെ ഉരുക്കുകോട്ടയായി മാറുകയായിരുന്നു. 2016 രാധാകൃഷ്ണന് പകരക്കാരനായി എത്തിയ UR പ്രദീപ് മണ്ഡലം നിലനിർത്തുകയും പിന്നീട് രാധാകൃഷ്ണന് വേണ്ടി വഴിമാറിക്കൊടുക്കുകയും ചെയ്തിരുന്നു. 2021 39,400 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു K രാധാകൃഷ്ണന്റെ വിജയം. ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഇത്തവണത്തെ മിന്നും വിജയത്തിലൂടെ ചേലക്കര തങ്ങളുടെ ചെങ്കോട്ടയാണെന്ന് ഇടതുപക്ഷം ഒരിക്കൽ കൂടി തെളിയിച്ചു. 1996 ശേഷം ഇന്നുവരെ മണ്ഡലത്തിൽ തോൽവി അറിയാത്ത ചരിത്രം ഇടതുപക്ഷം ഇത്തവണയും ആവർത്തിച്ചു. ചേലക്കരയിലെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷവും നന്ദിയും എല്ലാ വോട്ടർമാരോടും അറിയിക്കാനുണ്ട്. ചേലക്കരയിലെ പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ വെച്ച വിശ്വാസം തകരാത്ത രീതിയിൽ കാത്തുസൂക്ഷിക്കും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ഭൂരിപക്ഷം ഇത്തവണയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതീക്ഷ കളയാത്ത രീതിയിൽ നല്ല ഇടപെടൽ ഇനിയുള്ള 5 കാലം ഉണ്ടാവും. അതിന് എല്ലാ വോട്ടർമാരോടും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട വോട്ടർമാരോടും നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇടതുപക്ഷത്തിനുണ്ടായ ഈ ഒരു വീഴ്ച നമുക്ക് കഴിഞ്ഞ 5 കൊല്ലം ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യക്തിപരമായിട്ടാണോ, ഇതെല്ലാം പാർട്ടി വിശദമായി പരിശോധിച്ച് നിങ്ങളെ അത് അറിയിക്കും. എവിടെയാണ് ഇടതുപക്ഷത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നെല്ലാം അത് അറിയിക്കും. എന്തായാലും അതെല്ലാം വീഴ്ചയെ മനസ്സിലാക്കി വീണ്ടും അതിനെ ആവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാക്കും. You are watching VCV News.